ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഒത്തിരി പേര് കമൻസിൽ ചോദിക്കാറുണ്ട്, അത് വീഡിയോ ഫസ്റ്റ് കാണാത്തത് കൊണ്ടാവാം. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്? ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. Two of Pentacles, Two of Wands, Ace of Wands, Ace of Swords, Seven of Pentacles, Moon card, Five of Pentacles energy connections. അതിൽ തന്നെ Two of Wands energy connections ആണ്. സോ ഈ ഒരു എനർജി നിങ്ങൾ ചില കാര്യങ്ങളുമായിട്ട് ഇപ്പം അടുത്തിടെയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരുന്നത്, അതായത് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല, ചില തടസ്സങ്ങളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ റെഡിയാവുന്നു, നിങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല, ഒത്തിരി സമയം എടുക്കുന്നു. പേപ്പർ വർക്ക്സ് ആയിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾ ഏതൊരു നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്നത് കൊണ്ട് നിങ്ങൾ അതിലേക്ക് എത്തുന്നില്ല, അതിൽ ദൈർഘ്യം കൂടുന്നു. അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റാതെ നിങ്ങൾ എവിടെയോ സ്റ്റക്കാകുന്ന ഒരു ഫീലിംഗ്, കാര്യത്തിലേക്ക് അടുക്കുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ്. ഈ ഒരു സാഹചര്യം വന്നിരിക്കുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മൈൻഡിൽ എവിടെയോ ഒരു ഡൗട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഒരുപോലെ അലൈൻ ചെയ്ത് വരുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ദിമാഗ്, നിങ്ങളുടെ തലച്ചോറ് ഒരു പക്ഷേ, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, പക്ഷേ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആയിരിക്കും, ഫിനാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ മറ്റാളുകളെ വിഷമിപ്പിക്കാതിരിക്കാനായിരിക്കും, റിലേഷൻഷിപ്പിന് വേണ്ടിയായിരിക്കും, എന്തൊക്കെയോ കൊണ്ടിട്ട് നിങ്ങൾ അതിലേക്ക് കടക്കുന്നു. പക്ഷെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകാം. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ വരുന്നത് ഇറ്റ് ഈസ് ഗീവിങ് യു ടൈം, അതായത് നിങ്ങൾക്ക് ടൈം എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം തരുകയാണോ പ്രപഞ്ചശക്തി, ആലോചിക്കുക ഒരിക്കൽ കൂടി. കാരണം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒരു തിരിച്ചുകയറ്റം എന്നുള്ള രീതിയിലല്ല, മറിച്ച് പൂർണ്ണമായിട്ടും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒബ്സ്റ്റക്കിൾസ് കാര്യങ്ങൾ വരും. പലപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ പറ്റുന്നത് പല ആളുകൾക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാകുക പോലും ഇല്ല. കാരണം പലരും പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് മറ്റൊരാൾ ചെയ്തു, അല്ലെങ്കിൽ ഇങ്ങനെ ആണ്, ഇതിൽ നിന്ന് സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വേറൊരാൾ സക്സസ്ഫുൾ ആയ ഒരു കാര്യത്തിൽ. അപ്പോൾ അതിൽ സക്സസ്ഫുൾ ചാൻസസ്, അതായത് ഒരാളൊരു കാര്യത്തിൽ സക്സസ്ഫുൾ ആകുമ്പോൾ അതിൽ ചാൻസ് ഉണ്ട് എന്നാണ്. ആ വ്യക്തിയും നിങ്ങളും വേറെ, അവരുടെ സ്വഭാവ ഗുണങ്ങളും അവരുടെ രീതികളും അവരുടെ എക്സ്പെർട്ടൈസും ഒക്കെ വ്യത്യാസമായിരിക്കും. അപ്പോൾ അവർ സക്സസ്ഫുൾ ആയതുകൊണ്ട് മാത്രം ഈ ഒരു കാര്യം സക്സസ്ഫുൾ ആകും എന്നുള്ള ചിന്ത മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനനുസരിച്ച്, കാരണം ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട്, നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ബിസിനസ്സിലേക്ക് പോകുന്ന, അങ്ങനെ ഒരു ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇല്ല. ഈവൻ ഇത് കേൾക്കുമ്പോഴും ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലില്ല. പക്ഷെ വരുന്ന 3 months നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ്, അങ്ങനെ ഒരു ബിസിനസ്, അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. ലോങ് ടേം സക്സസ് ആണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തുടങ്ങാൻ പോകുന്നത് അതെല്ലാം ലോങ് ടേമിലേക്കാണ്. ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹമാണെങ്കിലും ലൈഫ് ടൈം അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് പോകുന്ന ഒരു എനർജി, ഒരു ബിസിനസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കാം. ഓരോരുത്തരെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്നത് ഇതൊരു തടസ്സമാണെന്ന് ചിന്തിക്കുന്നത് ഒരു പക്ഷേ അതൊരു നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിരിക്കും. കാരണം അത് നിങ്ങൾക്കൊരു ടൈം കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾ വഴി മാറിപ്പോകുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്കൊരു വഴിയുമില്ല അതുവഴി പോകാൻ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാൻ
പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ ഒരു പോസിറ്റീവ് കർമ്മ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റ് ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും, പക്ഷെ അതിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ലൈഫിൽ നിങ്ങൾക്ക് മുന്നേറാനുള്ള അവസരം ഇവിടെ ക്രെഡിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് യാത്രകൾ ഒത്തിരി അനിവാര്യമായിട്ടുള്ള യാത്ര എന്നുള്ളതായിരിക്കില്ല, നിങ്ങൾ ഉല്ലാസയാത്ര വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നതായിരിക്കാം. അപ്പോൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ മാനസികമായിട്ടതൊരു തയ്യാറെടുപ്പാണ്, മാനസികമായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് അത് വേണ്ടെന്ന് വെക്കുക, ഇനിയിപ്പോൾ ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ ചില ആളുകളും പൈസ കുറച്ച് കൂടുതൽ ചിലവാകുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള രീതി മാത്രം നോക്കി വേണ്ടെന്ന് വെക്കുന്ന ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കാതെ, അതായത് ഇനി അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കുന്ന പക്ഷേ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം മാത്രമായിരിക്കില്ല, കാരണം ചില നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ വേണ്ടെന്ന് വെക്കുന്ന, നിങ്ങൾ ഫോഴ്സ് ചെയ്ത് വേണ്ടെന്ന് വെക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നന്മകൾ, ഇപ്പോൾ നമ്മൾ സിറ്റുവേഷൻസ് ഏതെങ്കിലും ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം, നിങ്ങൾ ചിലപ്പോൾ യാത്രയ്ക്ക് പുറപ്പെട്ടിരുന്നതായിരിക്കാം, പക്ഷെ അത് വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു അപകടം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ആ ഒരു അപകടത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടുന്ന ഒരു അതായത് ജീവൻ തന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാവാം. ആ ഒരു എനർജി ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എടുക്കുന്ന ചില കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായിരിക്കാം, അല്ലാതെ നിങ്ങൾ എടുക്കുന്ന കോഴ്സുകൾ അത് നിങ്ങൾക്ക് പറ്റിയതായിരിക്കില്ല. അപ്പോൾ അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവില്ല, മറ്റെന്തെങ്കിലും ആയിരിക്കും ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് എടുക്കുന്നത് ാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കും അതൊരു നഷ്ടമാണ്, ഒരു ശാപമാണെന്ന് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് വരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഓക്കെ, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അതേപോലെ തന്നെ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ 10 ഇരട്ടി ഒക്കെ ഒരു സാധ്യതകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ പലരെ സംബന്ധിച്ച് പല കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ നേട്ടം കൊയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്തിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ഇത്ര പ്രോഫിറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ 10 ഇരട്ടി നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ സിറ്റുവേഷൻസ് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകും. നിങ്ങൾ റിസ്ക് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതിലേക്ക് പറ്റുന്നില്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അത് നിങ്ങൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഇനി നഷ്ടം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരിക്കാം, ഭയമായിരിക്കാം. പക്ഷെ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും എന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. തീരെ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 10 ഇരട്ടിയൊക്കെ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. മൂൺ കാർഡാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്യുന്ന ജീവിതത്തിൽ യാത്രകൾക്കുള്ളൊരു അനിവാര്യത നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ചില സിറ്റുവേഷൻ അഡ്വഞ്ചേഴ്സ് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത, പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ആ ഒരു അഡ്രിനാലിൻ റഷ് എന്നൊക്കെ പറയുന്ന അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. സാഹസിക യാത്രകൾക്കുള്ള ഒരു അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് റിയലൈസേഷനാണ്, ഒരു സെൽഫ് റിയലൈസേഷൻ്റെ ഭാഗമാണ്. ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കുറച്ച് റിസ്കി, കുറച്ച് അപകടകരമായിട്ടുള്ള സാഹസികമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. പലരെ സംബന്ധിച്ച് ഓൾഡ് സ്കൂൾ ബിലീഫ് എന്ന് മാറിയിട്ട് പുതിയൊരു ഒരു ചിന്തയിലേക്ക്, ബിലീഫ് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ തന്നെ ടോട്ടലി മാറി വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. വളരെ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആവാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം 5 പെൻറ്റക്കിൾസ് എനർജിയാണ്. പലരും നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം ജീവിതത്തിൽ. ഇപ്പോഴും പലരും നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളവരുടെ കൂട്ടത്തിൽ ചേരാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ഫിനാൻഷ്യലി, എഡ്യൂക്കേഷൻ വൈസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പം അങ്ങനെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവർ വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് വലിയൊരു ഇതായിരിക്കാം. നിങ്ങൾ ചിലപ്പം അവരുടെ ബന്ധം കൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ അച്ഛനമ്മമാർ വഴിയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ
ബന്ധുക്കളായിരിക്കാം, പക്ഷെ അവർ നിങ്ങളെ എപ്പോഴും മാറ്റി നിർത്തുന്നു. കാരണം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അവരുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്നുള്ളൊരു ചിന്തയാകാം. എന്ത് തന്നെ ആയാലും ഇങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് ഇനി മുമ്പോട്ടേക്ക് ഉപയോഗപ്രദമായിട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയും നിങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആകാനുള്ള സാധ്യതയും മുന്നോട്ടേക്ക് വരുന്ന ദിവസങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.